നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ചേട്ടനിൽ നിന്നാട്ടോ തുടക്കം. ഈ ചേട്ടനിൽ നിന്നല്ല, ശരിക്കും പറഞ്ഞാൽ കടുവാപ്പള്ളിയിൽ നിന്നാണ് തുടക്കം. ഒരു ചെറിയൊരു പൈസ അവിടെ കൊടുത്തിട്ട് പോവുകയാണ്. എപ്പോഴും ഇതുവഴി പോയാലും എന്തെങ്കിലും ഉള്ളത് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യം പോയപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നിപ്പോൾ ആ കാശും കൊടുത്ത് നമ്മൾ നേരെ എറണാകുളം പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളം വിശേഷമാണേ. യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെയാണ് എപ്പോഴും പോകുക കേട്ടോ. അങ്ങനെ വീണ് കിട്ടിയ ഒരു അവസരം മുതലാക്കിക്കൊണ്ടാണ് ഈ യാത്ര. കുറച്ചേറെ കാര്യങ്ങൾ സാധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഏതാന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അങ്ങനെ നമ്മൾ എറണാകുളം പോവാണ്. പുട്ടുകട എപ്പോഴും നോക്കുന്ന കടയാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ കടയിൽ കയറി കഴിക്കണം. അപ്പോൾ ഏട്ടൻ ഇവിടെ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ കയറിയില്ല, ചായ കുടിക്കാൻ കയറിയതാണ്. ഇതുവരെ എത്തിയിട്ട് ചായ കുടിച്ചില്ല. ഞാൻ എൻ്റെ ഗ്രീൻ ടീയും കൊണ്ട് കയറിയതാണ് കേട്ടോ. പുട്ടായോ എന്തോ. ഓ, മട്ടനൊക്കെ ഉണ്ട് കേട്ടോ. കണവ, കക്ക. നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ്. ചായ എഗ്. മലയാളിയാണോ? മലയാളി? ഹിന്ദിയിൽ ഏക്കെന്നൊക്കെ പറഞ്ഞു. ഇനി മലയാളിയാണോ എന്നൊരു സംശയം. എഗ് എഗ് മേരാ ഗ്രീൻ ടീ. കുളിക്കും ഞാൻ. 1 മാസം കൊണ്ട് 5 കിലോ. നല്ല കല്യാണത്തിന് പോയിട്ട് 2 ചപ്പാത്തി ചിക്കനും ഒക്കെ കഴിച്ചത് എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നി. നമ്മൾ എറണാകുളം പോകണം എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എറണാകുളം പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു സംഗീത ചേച്ചി നമുക്ക് എല്ലാ സാധനങ്ങളും വേദയുടെ ബർത്ത്ഡേക്ക് അയച്ചു തരും. ചീമയ്ക്ക് ഡ്രസ്സ് അയച്ചു തന്നു. ചീമയുടെ സച്ചിൻ്റെ പേരിൽ അച്ഛനെ കഴിപ്പിച്ചു. അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല എങ്കിലും ഒരുപാട് പരിചയമുള്ള ചേച്ചിയാണ് സംഗീത ചേച്ചി. ഗിഫ്റ്റൊക്കെ തന്നു. അപ്പോൾ ഞാൻ കരുതി ഒന്ന് സംഗീത ചേച്ചിയെ കാണാൻ പോകാം. പിന്നെ അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് വീഡിയോ എടുക്കണം. ഒന്ന് സംഗീത ചേച്ചിയെ കാണാൻ പോകണം. പിന്നെ ഞാൻ കരുതി ആ ഒരു പേരും പറഞ്ഞ് നമുക്ക് എന്തായാലും നമ്മളൊരു ദിവസത്തെ വീഡിയോ എടുക്കാൻ പോകും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കന്ന് എറണാകുളം പോയെടുത്തതിൽ ലക്നൗ മെറ്റീരിയലിന് ഭയങ്കര എൻക്വയറീസ്, ഇപ്പോഴും എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ദീപ ചേച്ചിക്ക് അന്ന് എടുത്ത് കൊടുത്തില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ, അതിനും ഒരുപാട് എൻക്വയറീസ് ഉണ്ട് കേട്ടോ. പിന്നെ പാകിസ്ഥാനി മെറ്റീരിയൽ, ഇതിന് 3നും ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. ഞാൻ കയറി പോകുന്ന വഴിക്ക് അവിടെ കൂടെ കയറി കുറച്ച് മെറ്റീരിയൽസ്, ഈ പറഞ്ഞ സാധനങ്ങളുണ്ടെങ്കിൽ ഒന്ന് എടുക്കുക, മെറ്റീരിയൽ എടുക്കുക, സംഗീത ചേച്ചിയെ കാണുക, വീഡിയോ. ഈ 3 കാര്യങ്ങൾ മനസ്സിൽ കണക്കാക്കിയിട്ടാണ് നമ്മളിപ്പോൾ എറണാകുളം പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ പോകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എറണാകുളം പോകുന്നു. കറിയല്ല മട്ടനൊക്കെ ആയോ? ആണോ? രാവിലെ ആവോ? ഇനി വരുമ്പോൾ കഴിക്കാറുണ്ട്. ഒരു ചായ 10. കൊച്ചുള്ളി ബീഫ് റോസ്റ്റ്, നല്ല നോക്ക്, കുമ്മിഞ്ചാൻ മണക്കണം. നോക്ക്, ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. കൊച്ചുള്ളി ബീഫ് റോസ്റ്റ് സ്പെഷ്യലൊക്കെ ഉണ്ട്. ഇനി വരുമ്പോൾ ഉറപ്പായിട്ട് കാരണം കേട്ടോ. അപ്പോൾ ഞാൻ ഡയറ്റ് ആയതുകൊണ്ടും 7:30 മണി ആയതേ ഉള്ളൂ. അപ്പോൾ 7:30 മണി ഒരു വിഷയമല്ല. പിന്നെ ഡയറ്റിൻ്റെ ഞാനിന്ന് എൻ്റെ ദോശയൊക്കെ ചുട്ടാണ് കൊണ്ടുവന്നത്. കൈസ്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും അരിയിലെ സാധനങ്ങളെ കിട്ടുള്ളൂ. ഇഡ്ഡലിയൊക്കെ അരിയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ചെറുപയർ ദോശ ഉണ്ടാക്കി കൊണ്ടുവന്ന്. എൻ്റെ ആ ഒരു ആത്മാർത്ഥതയെ നിങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കരുത് കൈസ്. ഇനി ഒരു ദിവസം വരുമ്പോൾ നമുക്ക് പുട്ടുകടയിൽ കയറി കഴിക്കാം. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, നിങ്ങളിങ്ങനെ പോയി ഡ്രസ്സൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമല്ലേ, ട്രാവൽ ചെയ്യുന്നത് കാറിൽ പോയി അതിൻ്റെ എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ എങ്ങനെ മുതലാകും എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, മേ ബി അവർക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ടാവാം, അതവർക്ക് വീഡിയോസും എടുക്കാം, അതുകൊണ്ടാവാം എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളും സത്യമാണ്. നമുക്ക് നഷ്ടം തന്നെയാണ്. ഒരു പരിധി കൂടുതൽ നമുക്ക് റേറ്റ് ഇട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ട്രാവൽ ചെയ്ത് നമ്മുടെ കാറിൽ പോയി, മെയിൻ തിങ് എന്ന് പറയുന്നത് ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് അവിടെ ചെന്ന് ഫോട്ടോയിൽ കാണുന്ന സാധനം ഇവിടെ വരുമ്പോൾ മെറ്റീരിയലൊക്കെ ഏതാണെന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് തൊട്ട് പിടിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് പറ്റുന്ന സാധനമാണെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ. എന്നിട്ട് ചിലപ്പോൾ ചില കടകളിൽ കാണിച്ചു തരുന്ന സാധനം ആയിരിക്കില്ല, അവർ കൊറിയർ ചെയ്ത് തരും. ചിലർ നോക്കിയിട്ട് തിരിച്ചിങ്ങ് വരും, കൊറിയർ ചെയ്യുമ്പോൾ വരുന്ന സാധനം ഈ കാണിച്ച സാധനം ആയിരിക്കില്ല വരുന്നത്, വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ പോയി
എടുത്ത് നമ്മുടെ കാറിൽ തന്നെ കൊണ്ടുവരും കേട്ടോ. നമ്മൾ കൊറിയർ ചെയ്ത് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല, നമ്മുടെ കാറിൽ തന്നെ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടം തന്നെയാണ്. ഇപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ പോയി എടുക്കാന്ന് പറയുന്നത് എത്രയോ കിലോമീറ്റർ ട്രിവാൻഡ്രത്തുനിന്നുണ്ട്. അപ്പോൾ ബസ്സിലൊക്കെ കയറി പോകുന്നതല്ലേ നല്ലത് എന്ന് ആ കമൻറ്റിലുണ്ടായിരുന്നു. എത്ര 850 കിലോമീറ്റർ ഉണ്ട് ട്രിവാൻഡ്രത്തുനിന്ന്. ബസ്സിലൊക്കെ കയറി പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചായിരുന്നു കമൻറ്റ്. ബസ്സിൽ കയറിപ്പോയി അല്ലെങ്കിൽ തിരിഞ്ഞ് അതിനെക്കാട്ടി ഭേദം കാറാണ്, നമുക്ക് നഷ്ടമാണെങ്കിലും. പിന്നെ ഈ നഷ്ടമെന്ന് പറഞ്ഞാലും നമുക്ക് മെയിനായിട്ട് യൂട്യൂബ് ഉള്ളത് കൊണ്ട് കുറച്ച് വീഡിയോസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്. ഇല്ലെങ്കിലും ഞാൻ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ഓരോ ദിവസത്തെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ആ ട്രാവൽ വ്ളോഗായിട്ടും ഇടാൻ പറ്റും. സ്ഥിരം വീട്ടിലെ വ്ളോഗിൽ നിന്ന് ഒരു വ്യത്യസ്തതയോടെ കൂടി ട്രാവൽ വ്ളോഗായിട്ടും ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാറിൽ തന്നെ പോയി എറണാകുളത്തും പോവേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഒരു മെയിൻ വീഡിയോ ചിലപ്പോൾ ഡാമേജ് പീസസ് വരാറുണ്ട്. നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൊറിയർ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഡയറക്റ്റ് പോയി എടുത്താൽ പോലും വരും. പക്ഷെ അപ്പം നമ്മൾ അല്ലാതെ പോയി എടുക്കുമ്പോൾ ഇങ്ങനത്തെ സാധനം പറഞ്ഞതെന്ന് അറിയില്ല. ഇപ്പം പറഞ്ഞ പോലെ എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഒരു വീഡിയോ എന്നുള്ളൊരു ഫസ്റ്റ് വീഡിയോ നമുക്ക് എടുക്കാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇത് ക്ലിയർ ആയല്ലോ. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ശ്രീകുട്ടിയോട് ഒരുപാട് നാൾ കൊണ്ട് കേക്ക് ഉണ്ടാക്കൂ കേക്കിൻ്റെ റെസിപ്പി തരൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈയും ഇല്ല, കേക്കും ഇല്ല, ഇനി മേലിൽ ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയി. വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. കേക്ക് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കൽ നടക്കുന്ന കാര്യമില്ല. എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിയൊക്കെ വരുമ്പോൾ കേക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതിനിടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കേക്കിൻ്റെ റെസിപ്പീസ് ഉണ്ട്, അതെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പെട്ടെന്ന് ഇങ്ങനെ ഞാനൊരു കുക്കിംഗ് വ്ളോഗ് അല്ലല്ലോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വിശേഷം വരുമ്പോൾ ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കും. അതാണ്, എപ്പോഴെങ്കിലും ചെയ്യും. എപ്പോഴെങ്കിലും ഞാൻ അതിനൊരു ഉറപ്പൊന്നും തരുന്നില്ല. സമയം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം. കഴിക്കാനുള്ള സമയമായി. നമ്മളൊരു പ്യോർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വന്നു. ഇവിടെ വല്ല റാഗിയുടെ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കയറി കഴിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആ സാധനം ഒരിക്കലും കഴിക്കുന്നത് ബദാം. റാഗിയൊന്നും കാണൂല, ചോദിച്ചോക്കാം. ഞാൻ വണ്ടി വന്നിരുന്ന് കഴിക്കാം. ഇഡ്ഡലി, ദോശ, പൂരി, ഒരു ഗീ റോസ്റ്റ്, ചായ, കോഫി. സാമ്പാറോടോ? ഞാൻ പോകുമ്പോൾ കഴിക്കില്ല. ഇവിടെ നിന്ന് കഴിച്ചില്ല. അവർ വല്ലതും പറഞ്ഞു മോൻ കാണട്ടെ, നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. ശരി ശരി ശരി, താങ്ക് യു. അപ്പം ഞാൻ ഇവിടെ റാഗി ഒന്നുമില്ല, പുറത്തെ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ചില ഹോട്ടലത് അനുവദിക്കത്തില്ല, അവർ ഇവിടെ നിന്ന് കഴിക്കണം, നോൺ വെജ് മാത്രം പാടില്ല, വെജ് ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യം അത്. ഇല്ലെങ്കിൽ ഞാൻ കാറിൽ ഇരുന്ന് കഴിക്കേണ്ടി വന്നാനെ. കാറിൽ ഇരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഏട്ടൻ്റെ മുഖം പോയ പോക്കാണ്. ആ കാറിലൊന്നും പറ്റില്ല, കാറിലൊക്കെ സ്മെല്ലാവുമെന്ന്. ഞാൻ ഉള്ളിച്ചമ്മന്തിയാണ് കൊണ്ടുവന്നത്, അപ്പോൾ ഉള്ളിയുടെ ഒരു ഇത് വരും. ദോശയും ഉള്ളിച്ചമ്മന്തി. അയ്യോ, എന്തൊക്കെ ത്യാഗങ്ങളല്ലേ. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ചെറുപയർ ദോശയാണ്. അപ്പോൾ ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ട് എൻ്റെ കൂട്ടത്ത് ഉള്ളിച്ചമ്മന്തിയോ ടൊമാറ്റോ ചമ്മന്തിയോ ഒക്കെ ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മൈസൂർ പാക്കിരിക്കണ നല്ല കിടില സാധനം കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയൊരു പ്രത്യേക ഭംഗി. ബ്രൗണി വേദന ഉണ്ടായിരുന്നെങ്കിൽ വേദനല്ല. അടിപൊളി പഴംപൊരി ഇരിക്കുന്നു, നല്ല എള്ളൊക്കെ ഇട്ടുണ്ടാക്കിയ കാണുമ്പോൾ തന്നെ അത് നമുക്കറിയാം കേട്ടോ. ഇവിടെ എല്ലാം നല്ലതാണെന്ന് തോന്നുന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് പറയാം. ദോശ വന്നു. എൻ്റെ ഉള്ളിച്ചമ്മന്തി, ഗീ റോസ്റ്റൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു. ഇതൊക്കെ ഞാൻ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ദോശ രാവിലെ ചുട്ടതാണ്, ചമ്മന്തി ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ പൂവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുറച്ച് സാമ്പാറോടെ കഴിക്കാമായിരുന്നു. ചോദിച്ചു നോക്കാതായാലും ഉണ്ടോ? മാറിക്കൊള്ളട്ടാ, മതി മതി, ഏറ്റവും കഴിക്കും.
കുറച്ച് സാമ്പാർ കഴിക്കാമോ ചോദിച്ചിട്ട് അവർ തരുമെന്ന് കുറച്ച് സാമ്പാർ വാങ്ങിക്കാം. ചേച്ചി എനിക്ക് കുറച്ച് സാമ്പാർ തന്നു. ഡയറ്റീഷ്യൻ സാമ്പാർ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് സാമ്പാർ കൂട്ടി കഴിക്കാം. വെറും ഉള്ളിച്ചമ്മന്തിയും കൂട്ടി കഴിച്ചിട്ടൊരു സുഖമില്ല. നമ്മളങ്ങനെയൊന്നും കഴിക്കാറില്ലല്ലോ, അതുകൊണ്ട്. ഇന്ന് ടെമ്പിൾ സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ കഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കഷ്ണമൊക്കെ ഉണ്ട്. ഇപ്പോൾ സാമ്പാറും വെച്ച് നല്ല സാമ്പാർ കൊള്ളാം. നല്ല സർവീസ് കേട്ടോ. നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം, ചില സ്ഥലങ്ങളിൽ ഫുഡ് നല്ലതാണെങ്കിലും സർവീസ് മോശമായിരിക്കും. ഇത് നല്ല സർവീസ്, ഫുഡും കൊള്ളാം കേട്ടോ. ഇതെവിടെ? ആലപ്പുഴ അല്ലേ? ആലപ്പുഴ നമ്മൾ NH പോകുമ്പോൾ ആലപ്പുഴ സിഗ്നലിൽ എത്തുന്നതിന് മുന്നേ, തൊട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിൽ മദ്രാസ് വെജിറ്റബിൾസ്. കൊള്ളാം കേട്ടോ, നല്ല സർവീസ്. എനിക്കിഷ്ടമായത് അല്ലേ ഒരു പെരുമാറ്റം നമ്മളോട് കൂടിയിട്ടാണ്. ഗൈസ് എന്നെ കൊണ്ട് പാത്രം വരെ കഴുകിച്ച്, വണ്ടി കയറുമ്പോൾ പാത്രം കഴുകലേ സ്മെല്ല് വരുമെന്ന് പറഞ്ഞ് പാത്രം വരെ കഴുകിച്ച് മനുഷ്യൻ. നോക്കൂ, നല്ല ഗ്ലാസ് അല്ലേ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ലോക്കൽ സാധനമല്ല, ഒറിജിനലാണ്. എന്നെന്തോ പറയുമല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. ആ ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ചേച്ചി ഇതെന്ത് കപ്പാണ്? ബ്രാസോ? കോപ്പർ അല്ലേ? കോപ്പർ കപ്പ്, ഒറിജിനൽ കേട്ടോ. അപ്പോൾ NH വഴി പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഓപ്ഷനാണ്. വെജിറ്റേറിയൻ ആണ് നോക്കുന്നതെങ്കിൽ കൊള്ളാം കേട്ടോ. എനിക്ക് ഏറ്റവും ഞാൻ എടുത്ത് പറയുന്ന ഒരു സർവീസ്, ഞാനൊരു പംകിൻ സീഡ് കൂടെ വാങ്ങി കേട്ടോ. എനിക്ക് 10 മണിക്ക് എന്തെങ്കിലും 10:30 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ബ്രഞ്ചായിട്ട് കഴിക്കണം. അപ്പോൾ ഞാൻ പഴം എടുത്തു വെച്ചിരുന്നു. പഴം എലി കൊണ്ടുപോയെന്നൊന്നും കാണാനില്ല പഴം. അപ്പോൾ ഇത് വാങ്ങിച്ചു. ആർത്തുങ്കൽ പള്ളി എത്തി. റോഡ് ഫുൾ ചിൽഡ്രൻസ് ഡേ ആയിട്ടോ നിന്ന്, അതുകൊണ്ടാണ് വേറെക്ക് ക്ലാസ് ഇല്ലാത്തത്. അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ ആർത്തുങ്കൽ പള്ളിയിൽ കയറാട്ടോ. 2 പ്രാവശ്യം വന്നപ്പോഴും ഇതൊരു കയറാൻ പറ്റില്ല. ഇഷ്ടം പോലെ ഫോറിനേഴ്സിനെ കാണാൻ കേട്ടോ. ഇഷ്ടം പോലെ റിസോർട്ടുകൾ, ഭയങ്കര റിച്ചായിട്ടുള്ള റിസോർട്ടുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ വഴിക്കുണ്ട് നിറയെ. ഇതൊരു പള്ളിയാന്ന് നോക്കിയാൽ എൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കിയാൽ കല്ലിലുണ്ടാക്കിയ പോലെ കേട്ടാ. ഹായ് എൻ്റെ കുട്ടി ഫാൻസുകൾ. ഇത് ഏതൊരു അകത്ത് കയറുന്നത്? ഇതൊക്കെ എൻ്റെ കൺസ്ട്രക്ഷൻ നല്ല നല്ല കല്ലിൽ തീർത്ത കല്ല് തന്നെ തോന്നണല്ലേ? എനിക്കറിഞ്ഞൂടാ. ശരി, അപ്പൊ കല്ല് തന്നെയാണ് കേട്ടോ. മെഴുകുതിരി ആണോ? ശരി ശരി. വീഡിയോ എടുക്കണോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ ആണോ മെഴുകുതിരി? ഇവിടെ നിന്ന് തന്നെ വാങ്ങണത്? കത്തിക്കുന്ന എവിടെയാ? കപ്പലുണ്ട്. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇഷ്ടമായിരുന്നു. പണ്ടത്തെ സീരിയലൊക്കെ, ആദ്യത്തെ സീരിയലിന് പോയി ഓട്ടോഗ്രാഫ് ഒക്കെ കാണാറുള്ളതായിരുന്നു. ശരി, അപ്പൊ ശരി. പേര് പേര് ലിജി എന്നാണ് പേര്. ഇവിടെ ആണോ? അടുത്താണോ? ആ, പള്ളിയിൽ ആദ്യമായിട്ട് വരാം. ഇതുവഴി പോയിട്ടുണ്ട്, ഇപ്പം ആദ്യമായിട്ട് കയറാം. ഇവിടെ നിന്ന് നമുക്ക് ക്യാൻഡിൽ വാങ്ങിച്ച് കത്തിച്ച് ഒന്ന് യേശുപ്പച്ചനെ കണ്ടിട്ട് വരാം. ഒരു കൂട് മെഴുകുതിരി തന്നെ. ഇതായാലും മതി. ഇത് എത്ര എണ്ണം വരും? ശ്രീകുട്ടിയാ? യൂട്യൂബൊക്കെ കാണുമോ? ഞാൻ ഫ്ലവേഴ്സിൽ പാടിയതാ, കോമഡി ഉത്സവം. ശരി ശരി. ഇവിടെ അടുത്താണോ വീട്? ഇവിടെ അർത്തുങ്കല വീട്. ഞാൻ ഫ്ലവേഴ്സിൽ പാടിയതാ, കോമഡി ഉത്സവം. ശരി ശരി ശരി. കയറിയിട്ട് വരാം. വീട് എവിടെ? തിരുവനന്തപുരം. നിങ്ങൾ കാണുന്നതാ. ശരി ശരി, കയറിയിട്ട് വരാം. എനിക്ക് ഇത്രയും ഫാൻസോ? എവിടെ തിരിക്കാനും ഫാൻസ്? ഓ, ഇതെന്താ ഉത്സവം? എന്താ നടക്കുകയാണ് ഉത്സവം? കയറിയിട്ടൊന്ന് കത്തിക്കാം. അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഒക്കെ സാധിച്ചു തന്നേന്ന് യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുകയാണ്. സാധിച്ചു തരും, എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാവേ. എന്തായാലും കളക്ഷൻസ് ഞാനതിൽ കാണിക്കുന്നതാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് കണ്ടും വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യാമെന്ന് കരുതിയതേ. കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്ന കടം അതങ്ങ് തീർത്തു. ആർത്തുങ്കൽ പള്ളി 2 പ്രാവശ്യം ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടും കയറാൻ പറ്റില്ല കേട്ടോ.
ഇപ്പം കയറി സന്തോഷമായി. ഓ, കപ്പലിലാണ് അവർ കത്തിക്കാൻ പറഞ്ഞതല്ലേ? കപ്പലിൻ്റെ അവിടെ അതുകൊണ്ടാണ് കത്തിച്ച് വെച്ചേക്കും. ഈ അവിടെ മെഴുതിരെല്ലാം അണങ്ങിയിരിക്കണം, പിന്നെ നമ്മൾ അങ്ങനെ കത്തിക്കും. അണങ്ങിയിരിക്കുന്നു, തീപ്പെട്ടി കാണുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ആരെങ്കിലും എടുത്ത് കത്തിക്കട്ടെ. കപ്പൽ ലേശപ്പച്ച കിടക്കണല്ല. അയ്യോ, ഇതങ്ങനെ കത്തിക്കും. ഇവിടെ വച്ചേക്ക് ആരെങ്കിലും എടുത്ത് കത്തിക്കട്ടില്ല, അത് തീപ്പെട്ടിയൊന്നുമില്ല. മെഴുതിരി കത്തിക്കാൻ വന്നതാണ്. എന്തോ അതെന്തെങ്കിലും ഒരു വിശ്വാസമായിരിക്കും, നമുക്കതിനെപ്പറ്റി വലുതായിട്ട് അറിഞ്ഞതല്ലോ. തബോർ മലയിലെ യേശുവിൻ്റെ രൂപാന്തരീകരണം. ആ, ഹായ്, പേരെന്താ? അനഘ. ഹയ. ഏത് ക്ലാസ്സിൽ പഠിക്കണു? ഇവിടെ വന്നതാ? ഒരു ഫോട്ടോ. അത് സംഭവം തന്നെ ഫാൻസ്. ആ ശരി. ശരി, ഓക്കെ, ബൈ. ഫാൻസുകളുടെ ഘോഷയാത്ര അതിവിടെ പള്ളിയിൽ വന്നപ്പോഴാണ്. ദൈവരാജ്യ പ്രഘോഷണം, ഇതൊക്കെ യേശുപ്പച്ചൻ്റെ കഥകളിലുള്ളത് അവരിങ്ങനെ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നതാവാം. നമുക്കിതിനെ പറ്റിയൊന്നും വലിയ അറിവില്ല. കല്യാണം വരുന്നത് ഇത് ഞാൻ വെട്ടുകാടും കണ്ടിട്ടുണ്ട്. ഈ സാധനം, ഈ ഒരു തീം, യേശുവിൻ്റെ ജ്ഞാനസ്നാനം, കുളിക്കണ സ്ഥലം, ബാപ്റ്റിസം. വെട്ടുകാട് ചർച്ച്, ആർത്തുങ്കൽ പള്ളി, ഭീമാ പള്ളി, എല്ലായിടത്തും പോകും. ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ കടുവാ പള്ളി, പൈസ ഇട്ടു. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, എവിടെയും പോവും, എന്തും കഴിക്കും. അതാണ് നമ്മുടെ ഒരു പോളിസി. നമ്മളിങ്ങോട്ട് കഴിക്കാൻ വരാത്ത സാധനങ്ങളെല്ലാം കഴിക്കും, തൊടും, പിടിക്കും, അറിയും. അടി കിട്ടുമ്പോൾ നിർത്തും. ഓക്കെ, ഇപ്പോൾ പ്രസവിച്ചിട്ടതേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഇതിന് ജീവനുണ്ടോ എന്തോ കേട്ടോ. അടുത്തോട്ട് ചെന്നാൽ തള്ള കടി തരും. അതിനും ജീവനുണ്ട്, രണ്ടിനും ജീവനുണ്ട്. ഇപ്പോൾ പ്രസവിച്ചിട്ടതേ ഉള്ളൂ കേട്ടോ. വേദയ്ക്കാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. സോ ക്യൂട്ട്. അയ്യോ നോക്ക്, കണ്ണുപോലും തുറന്നില്ല. അതൊന്ന് മാറി കിടക്കണത്, നടക്കാനൊന്നും അറിഞ്ഞൂട, അതുകൊണ്ടായിരിക്കും. പാവം തള്ള പ്രസവിച്ച് വയ്യാതെ കിടക്കണം കേട്ടോ, പാവം. ആലപ്പുഴ വന്നിട്ട് ഫുള്ള് തന്നെ കേട്ടോ. ഈ അംഗൻവാടിയൊക്കെ ആണെന്ന് തോന്നുന്നു, കുഞ്ഞു കുട്ടികളുടെ. ഇന്ന് വേദയുടെ സ്കൂളിൽ എന്തൊക്കെ പരിപാടികളുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാനിന്ന് വേദ വീട്ടില്ല. ജ്യൂസ് ഇപ്പുറത്തെ നോക്കിയേ, കടലും കായലും കൂടി ചേർന്നിട്ട് പൊഴിയല്ലേ, ബോട്ടൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കും. കടലും കായലും കൂടി ചേർന്ന് നല്ല രസമുണ്ട് കേട്ടോ. ഫോണിൽ കാണും പോലെ അല്ല, നേരിട്ട് കാണാൻ. മെയിനായിട്ട് എറണാകുളം വന്നത് ഈ ഒരു മെറ്റീരിയൽ വാങ്ങാനാട്ടോ. ഭാഗ്യത്തിനുണ്ടായിരുന്നു. അതിൻ്റെ 4 സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ലക്നൗ ചിക്കൻ കാരിയുടെ സെറ്റും എടുത്തിട്ടുണ്ട്. ദീപ ചേച്ചിക്ക് അന്ന് കൊടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലെ സാധനം ഇല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു എക്സാക്റ്റ് വരുന്നൊരു സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതല്ല, ഞാൻ വേറൊരു സംഭവം എടുത്തിട്ടുണ്ട്. കുറച്ചേറെ അവിടെ നോക്കി കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ വിലയാണ് ഒരു പ്രശ്നം. നല്ല സാധനത്തിന് നല്ല കാശ് കൊടുക്കണം.
കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളാ നല്ല കാശ് കൊടുത്തൊരു സാധനം എടുത്ത് വെച്ചാൽ ഞാൻ ഓവർ റേറ്റഡ് ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനം, നല്ല സാധനം, കണ്ണിന് പിടിക്കുന്നതൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. മെറ്റീരിയൽ പൊതുവേ കുറച്ച് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റും നോക്കണം, ക്വാളിറ്റിയും നോക്കണം, ഭംഗിയും നോക്കണം. ഇതെല്ലാം നോക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ടാസ്ക് ആട്ടോ മെറ്റീരിയൽ എടുക്കുന്നത്. പക്ഷെ നമുക്ക് വസ്ത്രയിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ട് ഈ മെറ്റീരിയൽ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് പ്രാവശ്യം മെറ്റീരിയൽ എടുക്കാമെന്ന് കരുതിയത്. അങ്ങനെ നിന്നപ്പോഴേക്കും സംഗീത ചേച്ചിയെ വിളിച്ചു. ഞാൻ സംഗീത ചേച്ചി നമ്മളുള്ള സ്പോട്ട് പറഞ്ഞു. ചേച്ചി എറണാകുളമാണ്. ഇതാണ് സംഗീത ചേച്ചി. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ സംഗീത ചേച്ചി. ഇത് നമ്മുടെ നെറ്റ് കോട്ട മെറ്റീരിയലാണ്. ചേച്ചി ഇട്ടിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ചേച്ചി നമ്മുടെ നിന്ന് വാങ്ങിയതാട്ടോ. ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഞാൻ ചേച്ചി കൂടുതലും മെറ്റീരിയൽ കോട്ട് സെറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുമ്പോൾ ഞാൻ ചേച്ചിക്കാണ് ആദ്യം അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാരി ആയാലും സാരി ചേച്ചി അങ്ങനെ അധികം കൊടുക്കാറില്ല. ഇപ്പോൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും ഞാൻ എടുത്ത ഉടനെ ചേച്ചിക്ക് അയച്ചു കൊടുക്കും. അതിൽ ഇഷ്ടപ്പെടുന്നത് ചേച്ചി സെലക്ട് ചെയ്യും കേട്ടോ. എൻ്റെ ഒരുപാട് ഈ വസ്ത്ര വഴിയാണ് എനിക്ക് ചേച്ചിയെ പരിചയപ്പെടാൻ പറ്റുന്നതും ഇപ്പോൾ ഇതിങ്ങനെ കാണാൻ പറ്റുന്നതും. എൻ്റെ ചീമയ്ക്ക് കുറേ നൈറ്റീസ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ, ജസ്റ്റ് വസ്ത്ര വഴിയുള്ളൊരു പരിചയമായിരുന്നു. പക്ഷെ അത് ഇതുവരെ എത്തി. കുറേ സ്നേഹ സമ്മാനങ്ങളൊക്കെ കൊണ്ട് തന്നു. ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ശരിക്കും നമ്മുടെ റിലേറ്റീവ്സ് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഒരു പരിചയമില്ലാത്ത ഒരാൾ നമുക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നു. ചീമയുടെ സച്ചിൻ്റെ പേര് ചീമ ക്യാരിങ് ആണെന്ന് അറിഞ്ഞപ്പോൾ അർച്ചന കഴിപ്പിക്കുന്നു. ഇതൊന്നും ഒരിക്കലും ഞാൻ പോലും ചെയ്യാത്ത കാര്യമാണ് ആ ചേച്ചി ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാണാൻ പറ്റിയതിൽ. ഇപ്പോൾ ട്രിവാൻഡ്രം വരുമ്പോൾ വരണമെന്നൊക്കെ പറഞ്ഞു. ഇതുപോലെയൊക്കെ വരുമ്പോഴേ കാണാനും സംസാരിക്കാനൊക്കെ പറ്റത്തുള്ളൂ. കുറച്ച് സമയം നിന്നു, സംസാരിച്ചു. പിന്നെ ചേച്ചി ഓഫീസിൽ പോകണം, വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓഫീസിലൊക്കെ പോകണം. ലഞ്ച് ബ്രേക്ക് ടൈമിന് ഇറങ്ങിയതാണ്. നമ്മൾ ഇതെടുക്കുന്നതിൻ്റെ തിരക്കായിപ്പോയി. അപ്പം ഞാനിത് എടുത്ത് കഴിഞ്ഞിട്ട് ചേച്ചി മീറ്റ് ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ ചേച്ചിക്ക് ഇതുപോലെ തിരക്കുള്ളതുകൊണ്ട് രണ്ടുപേർക്കും തിരക്കായിപ്പോയി. ഇത് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കുറച്ച് സമയം ചേച്ചിയായിട്ട് സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നത്. അപ്പോൾ ചേച്ചിയും തിരക്കായിപ്പോയി. എന്തായാലും കണ്ടു, സന്തോഷം. ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച് പോയ സാധനം ലക്നൗ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ദീപചേച്ചിക്ക് കൊടുത്ത സാധനം കിട്ടിയിട്ടില്ല. അതിൻ്റെ തന്നെ സെയിം വേറൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ആ സെയിം എക്സാക്ട് സാധനം കിട്ടിയില്ല. പിന്നെ നമ്മൾ ചിക്കൻ കറി എടുത്തു. അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഫസ്റ്റ് ടൈം എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ബനാറസി സിൽക്കിൻ്റെ ഒരു ചുരിദാർ മെറ്റീരിയൽ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാം, നമുക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇനി ഭക്ഷണം കഴിക്കാൻ പോകണം. തളർന്നു പോയ കേട്ടോ, ക്ഷീണിച്ച് പോയി. 2 കാലമായി സമയം. ഇന്നത്തെ നമ്മുടെ ഫുഡ് സ്പോട്ട് ഇതാണ്, അരിപ്പ. ഇവിടെ ഇടാമോ? നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അരിപ്പ. ഇപ്പോൾ ബിരിയാണി കഴിക്കില്ല, ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. താഴെ സ്പേസ്, മുകളിൽ പോകും. ഏട്ടൻ്റെ ഫോണ് വണ്ടി കിടക്കേ. സ്പേസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ലാസ്റ്റ് പോവാം, ലൈറ്റ് ഉണ്ടാവും. ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. റിസർവ്ഡ് ഓക്കെ. റാവുത്തർ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ കഞ്ഞി സെറ്റുണ്ട്. ചിക്കൻ ഐറ്റംസ് എന്തുണ്ട് കഴിഞ്ഞ? ചിക്കൻ തന്നെ അരിപ്പ, ചിക്കൻ ഫ്രൈ ഐറ്റം, ചിക്കൻ ഏട്ടൻ എന്താണ്? ഒരു റാവത്ത ചിക്കൻ ബിരിയാണി ഹാഫ് പോർഷൻ ആയിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഉണ്ടോ? അത് റാവുത്തറാണോ? ശരി, ഒരു റാവുത്ത ബിരിയാണി, ഒരു ബീഫ് ബിരിയാണി. ചപ്പാത്തി ഒക്കെ ഉണ്ട്. എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞു ചിക്കൻ ബിരിയാണി കഴിച്ചോളാം. ചിക്കൻ കൂടുതൽ എടുത്തിട്ട് റൈസ് കുറച്ചെടുക്കാൻ പറയും. സന്തോഷമായി. റാവത്ത് ചിക്കൻ ബിരിയാണി ഇവിടുത്തെ സ്പെഷ്യലാണ്. അയ്യോ പാവൻ്റെ വേദ, ഒരു പാഴ്സൽ വാങ്ങിക്കണോ? ചീത്തയായി പോവും നമുക്ക്. ഇനി വേദ കൊണ്ടുവരുമ്പോൾ ഇവിടെ കയറി കഴിക്കാം. അവിടെ വീട്ടിൽ ചിക്കനൊക്കെ ഉണ്ടെന്ന് അച്ഛൻ പോയി വാങ്ങിച്ചത്. ഞാൻ പോയി കൈ വാഷ് ചെയ്തിട്ട്
നല്ല ആംബിയൻസ് കൊള്ളാം. ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണ്? ഒറിജിനലാണെന്ന് തോന്നുന്നു. ഞാൻ ബിരിയാണി കഴിച്ചിട്ട് പറയാമേ. പിന്നെ എന്തോ പറയുന്നത്, എന്തായാലും ബിരിയാണി കഴിക്കാൻ പറ്റും. എന്നും കഴിക്കാമെന്നല്ല, ഇന്നിപ്പോൾ കഴിച്ചോളം പറഞ്ഞു. വെരി ഹാപ്പി. ഞാൻ സാലഡൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ സാലഡ് മോർ ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇവിടുന്ന് കഴിച്ചിട്ട് കറി കയറി സാലഡ് കഴിക്കാം. വരുന്നു കൈസ് റാവുത്തർ ബിരിയാണി. ആ ഇലയിലാണോ? ഏട്ടൻ ബീഫും ചപ്പാത്തിയാണ് പറഞ്ഞത്. എൻ്റെ ബിരിയാണി പോയി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പെപ്പർ ഫ്രൈ ആണ്, അല്ല പെപ്പർ കറിയാണ് അല്ലേ? ഇത്രയൊന്നും കഴിക്കാൻ ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കൊച്ചുള്ളി കിട്ടാൻ വെച്ചേക്കുന്നത് കേട്ടാ. കൊള്ളാം. നമ്മുടെ ദം ബിരിയാണി പോലെയൊന്നുമല്ല, ഒരു തമിഴ്നാട് സ്റ്റൈല് ബിരിയാണിയുടെ ഒക്കെ. പാലക്കാട് കൊള്ളാം. കറി എന്തോ ഒരു കറി, ബ്രിഞ്ചൽ കറിയാണെന്ന് വെച്ചാൽ അല്ലാന്ന് പറഞ്ഞു. കായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തീയൽ പോലെ ഇരിക്കുന്നു ആയിരിക്കും. അതിട്ട ബിരിയാണിയുടെ കൊള്ളാം, കുഴപ്പമില്ല. സാലഡ് കൊള്ളാം. ഇത്രയും കഴിക്കാൻ ഡയറ്റീഷ്യൻ പറഞ്ഞില്ല. വളരെ കുറച്ച് ചോറും മോർ ചിക്കൻ പീസും. ചിക്കൻ പീസ് രണ്ട് കുഞ്ഞ് പീസ് ദാരിദ്ര്യം. ചിക്കൻ പീസ് ദാരിദ്ര്യം. എന്നാലും ഒന്നുമില്ല കേട്ടോ, വെറും എല്ല് മാത്രം, ചോറ് മാത്രമുണ്ട്. അങ്ങനെ ചിക്കൻ പീസ് അല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അഡീഷണൽ പ്രോട്ടീൻ തന്നു കേട്ടോ. താങ്ക് യു അരിപ്പ റെസ്റ്റോറൻറ്റ്. ഇങ്ങനെ വേണം കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ. എനിക്കിഷ്ടമായി. റൈസ് വെച്ചാൽ മതി, ഇനി ചിക്കൻ കഴിക്കാം. ഇതിൻ്റെ ധാര അധികമാണ്. ഫുഡ് കുഴപ്പമില്ല, ഭയങ്കര അടിപൊളി വാവ് അങ്ങനെയല്ല, കൊള്ളാം. ബീഫും കുഴപ്പമില്ല കേട്ടോ. കല്ലപ്പം വാങ്ങി, കല്ലപ്പം കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് മുന്നേ കയറി ചപ്പാത്തി വാങ്ങി. അതുകൊണ്ട് പിന്നെ കല്ലപ്പവും പുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ബിരിയാണിയും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ കിട്ടിയ കറിയൊക്കെ കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടാത്ത ബിരിയാണിയൊന്നും അല്ലല്ലോ ഇവിടെ. അതുകൊണ്ടാണ് നമുക്ക് ട്രിവാൻഡ്രത്തൊക്കെ കിട്ടുന്ന ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേലു ബിരിയാണി ഇതിനിടയ്ക്ക് നമ്മൾ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ കഴിച്ചതിൽ വെച്ചൊരു വേറൊരു ടേസ്റ്റ് ആയിരുന്നു ഡിണ്ടിക്കൽ വേലു ബിരിയാണി. നല്ലതായിരുന്നു കേട്ടോ അത്. പിന്നെന്താ പറയാൻ വന്നേ, കത്തിയാണ്. ഒരു പൈനാപ്പിൾ ജ്യൂസിന് 105 രൂപയായി. ബീഫ് കുരുമുളക് ഇട്ടതാണ് ഏട്ടൻ വാങ്ങി, 350 രൂപ. പിന്നെ അതിൻ്റെതായ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. വേദയ്ക്ക് ഇന്ന് സ്കൂളുണ്ടായിരുന്നില്ല, നാളെ സ്കൂളുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അത് കേട്ടതും ഞാൻ വേദയും വിഷമിച്ച് പോയി ഗൈസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീനൊക്കെ നോക്കിയില്ലേ, ആ സ്ഥലം എത്തിയിട്ട് അവിടെയൊക്കെ നിറയെ മീനിരുന്നു. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വന്നപ്പോഴേക്കും മീനൊക്കെ കഴിഞ്ഞു. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ട്രിവാൻഡ്രത്ത് ഇടിയും മഴയൊക്കെ എന്ന് അമ്മ പറയുന്നത് കണ്ടു. നമ്മൾ എവിടെ എത്തി? ഹരിപ്പാട് എവിടെ എത്തി? 5:30 മണിയായിട്ടുള്ളൂ. നല്ല മഴക്കാറ് കേട്ടോ. ഹരിപ്പാട് നല്ല മഴക്കാറ്. 5:30 മണിയായിട്ടേ ഉള്ളൂ. മഴയും ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഞാൻ മഴ പൊടിയുന്നു എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞത് അങ്ങോട്ട് മഴ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഹരിപ്പാടിന്ന് ട്രിവാൻഡ്രം വരെയും മഴയായിരുന്നു. കുറച്ച് പോലും മാറാതെ മഴയായിരുന്നു കേട്ടോ.
എന്നിട്ട് നേരെ നെട്ടയത്ത് വന്നു. വേദയ്ക്ക് നാളെ സ്കൂളുണ്ട്. അപ്പോൾ വേദയുടെ യൂണിഫോം കാര്യങ്ങളെല്ലാം വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നാളെ രാവിലെ വന്ന് വിളിക്കാമെന്ന് വെച്ചാൽ എല്ലാ സാധനവും വീട്ടിൽ കിടക്കുന്നുണ്ട്. ഞങ്ങളൊരു 10 മണി 9:45 9:00 ആയപ്പോൾ നെട്ടയത്ത് വേദയും വിളിച്ച് നേരെ വീട്ടിൽ വരികയാണ്. വന്ന പാടെ തന്നെ സംഗീത ആൻറ്റി എന്താ തന്നേന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് നോക്കുകയാണ്. ഞാൻ കരുതി കേക്ക് ആവുമെന്ന് കേട്ടോ. അതിൻ്റെ പാക്കിങ് കണ്ടപ്പോൾ കേക്ക് പോലെ തോന്നി. പക്ഷേ എല്ലാം കുറേ നട്ട്സും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. ശ്രീകുട്ടി ഡയറ്റ് ആയതുകൊണ്ടാട്ടോ ഇത്രയും കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വാങ്ങിയാനെന്ന് പറയാൻ പറഞ്ഞാൽ അയ്യോ കുഴപ്പമില്ല, ഇത് വാങ്ങിയത് തന്നെ സന്തോഷം, അത് വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കാണുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാഷ്യൂസ്, ബദാം, ഡയറ്റിനൊക്കെ ഉപകാരപ്പെടുന്ന സാധനങ്ങളൊക്കെ തന്നെയായിട്ട് വാങ്ങിച്ചത്. പിന്നെ വേദയ്ക്ക് ബ്രൗണീസ്, ബിസ്ക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. ഇതുപോലെ ഒരുപാട് പേര് നമുക്കിങ്ങനെ കാണണമെന്നൊക്കെ അത്രയും ഇഷ്ടത്തോടെ പറയുമ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയും ചെയ്തൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. മാക്സിമം എനിക്ക് വരുന്ന മെസ്സേജസിനൊക്കെ നല്ലതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. എല്ലാ മെസ്സേജസ് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഓപ്ഷൻ കാണുന്നില്ല, റിപ്ലൈ ചെയ്യാനേ പറ്റുന്നില്ല. പിന്നെ ദിവസവും കുറഞ്ഞതൊരു 10 മെസ്സേജെങ്കിലും വരും കേട്ടോ. സഹായിക്കുമോ, 10,000 തരുമോ, 30,000 തരുമോ, 5,000 തരുമോ എന്ന് പറഞ്ഞിട്ട് ഇതിനൊന്നും ഞാൻ മറുപടി കൊടുക്കാറേ ഇല്ല. ഒരു 10 മെസ്സേജെങ്കിലും 30,000 10,000 തരുമെന്നൊക്കെ ചോദിച്ച് പറയുമ്പോൾ ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോവും. ഞാൻ ഇത്രയും വലിയ സംഭവം ഇങ്ങനെയൊക്കെ പൈസ കൊടുത്ത് സഹായിക്കാൻ ആ പരിപാടികളൊന്നും നമുക്കില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള മെസ്സേജുകളൊന്നും എൻ്റെ മെസ്സഞ്ചറിൽ ആരും ഇടണ്ട. അങ്ങനെ 10,000 30,000 കൊടുത്തുള്ള സഹായമൊന്നും എനിക്കില്ല. ചെറിയ പൈസ കൊടുത്തും പരിചയമില്ലാത്തവർക്ക് ഞാൻ അങ്ങനെ സഹായിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മെസ്സേജ് മെസ്സഞ്ചറിൽ വരണ്ട. ദിവസവും വരാറുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ വരും. ചിലപ്പോൾ സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാവും, എങ്കിലും ഞാനൊരു സാധാരണ ഒരു വ്യക്തിയാണ്, അതിലപ്പുറം ഒന്നുമല്ല കേട്ടോ. ശരി, നമ്മളിന്ന് പർച്ചേസ് ചെയ്ത വസ്ത്രയുടെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് കാണിച്ചതാണ് ബനാറസി സിൽക്കിൻ്റെ സാരിയല്ല, ചുരിദാർ മെറ്റീരിയൽ. ദെൻ ഇത് ലക്നൗ ചിക്കൻകാരി മെറ്റീരിയലാട്ടോ. അത് ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒറ്റ സെറ്റായിട്ടേ നമുക്ക് തരത്തുള്ളൂ, ഡിഫറെൻറ്റ് ഷെയ്ഡിൽ ഉള്ള സെറ്റായിട്ട് തരത്തുള്ളൂ. ഇത് നമ്മൾ ദീപചേച്ചിക്ക് കൊടുത്തതിൻ്റെ വേറൊരു മൾ കോട്ടണിൽ വരുന്ന വേറൊരു പാറ്റേൺ, സെയിം സാധനം കിട്ടിയില്ല, സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ്. ഇതാണ് നമ്മുടെ താരം, ലക്നൗ ത്രെഡ് വർക്ക് മെറ്റീരിയൽ കേട്ടോ. ഇതിന് വന്ന എൻക്വയറീസ് ഇപ്പോഴും വരുന്നുണ്ട്. അതിൻ്റെ ഒരു സെയിം 4 സെറ്റ് എടുത്തിട്ടുണ്ട്. യെല്ലോ, ഒരു ലാവൻഡർ, ദെൻ ഒരു റെഡ് ആൻഡ് ഒരു ബ്ലൂ, ഇതെല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന കളേഴ്സാണ്. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ സാധനം പോവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെപ്പറ്റി ചോദിക്കുക. ഡീറ്റെയിൽസ് ഞാനപ്പോൾ പറഞ്ഞു തരാം. കാരണം വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേര് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നവർ എടുക്കും കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽ ഇത്രയും മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് കരുതിയില്ല, പക്ഷേ ഭയങ്കര മൂവ്മെൻ്റ് ആട്ടോ. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം മെറ്റീരിയൽ കുറച്ച് കൂടുതൽ എടുത്തത്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ കളേഴ്സ് ഒന്നുകൂടെ കാണിച്ചു തരാം. സ്ക്രീൻഷോട്ട് എടുക്കുക, ഞാൻ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തേക്കാം, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇത്രയാണ് ലക്നൗ ത്രെഡ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. അതിൻ്റെ തന്നെ ഒരു 5-6 സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം 1-3 പേർക്കൊക്കെ ഒരു പീസ് തന്നെ കൊടുക്കാം, ഒരു കളർ തന്നെ കൊടുക്കാൻ പറ്റും. ഇത് ദീപചേച്ചിക്ക് എടുത്തതിൻ്റെ വേറൊരു പാറ്റേൺ, സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ്. പിന്നെ ചിക്കൻകാരി, അതെപ്പോഴും ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. പിന്നെ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബനാറസി സിൽക്കിൻ്റെ കോൺട്രാസ്റ്റ് ഗ്രീൻ കളർ വരുന്ന, ബ്ലൂ ടോപ്പും കോൺട്രാസ്റ്റ് ഗ്രീൻ കളറും വരുന്ന ഇതാട്ടോ. ഇത് മയിൽപ്പട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തു. ഒരുപാട് പേര് എൻക്വയറി ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് പീസസ് വേണമെന്നുള്ളവർക്ക് പ്രീ ബുക്ക് ചെയ്ത് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് അവിടെ പറയാം. ടാറ്റാ, ബൈ.